കണ്ടിരിക്കുന്നവരെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ഏലിയൻ സിനിമയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന കെല്ലി എന്ന സർജന്റിനെയും അയാളുടെ പട്ടാളക്കാരെയും ഏലിയൻസ് പിടിച്ചുകൊണ്ടു പോകുന്നതാണ് ഈ സിനിമയുടെ കഥ. അപ്പോൾ കഥ കേൾക്കാൻ ഇഷ്ടമുള്ള എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളൂ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. അമേരിക്കൻ കരസേന അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദികളുടെ കേന്ദ്രത്തിലേക്ക് അവരെ ട്രാപ്പ് ചെയ്യാനായി വന്നിരിക്കുകയാണ്. എന്നാൽ അമേരിക്കൻ പട്ടാളക്കാർ അവിടെ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ തീവ്രവാദികൾ അവരങ്ങോട്ടേക്ക് എത്തുമ്പോൾ തന്നെ അവർക്ക് നേരെ ആക്രമണം തുടങ്ങും. പ്രതീക്ഷിക്കാതെയുള്ള തീവ്രവാദികളുടെ ആക്രമണത്തിൽ US പട്ടാളത്തിലെ കുറേയധികം പേർ അവിടെ വെച്ച് തന്നെ മരിക്കും. എന്നാൽ ഈ മിഷൻ തങ്ങളുടെ കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ ഈ താടിക്കാരൻ പട്ടാളക്കാരൻ US വ്യോമസേനയെ വിളിച്ച് കൂടുതൽ പട്ടാളക്കാരെ അങ്ങോട്ടേക്ക് അയക്കാൻ പറയും. എന്നാൽ പെട്ടെന്ന് തന്നെ ആകാശത്ത് നിന്ന് റെഡ് ലൈറ്റ് വരുമ്പോൾ US ആർമി ഹെലികോപ്റ്റേഴ്സ് വന്നെന്നാണ് പട്ടാളക്കാർ ആദ്യം വിചാരിച്ചത്. എന്നാൽ സർജന്റ് കെല്ലി പറയും, ഇത് ആർമി ഹെലികോപ്റ്റർ അല്ല, ഇത് മറ്റെന്തോ ആണെന്ന്. പെട്ടെന്ന് ശക്തമായ ലൈറ്റ് അവരുടെ നേരെ വരാൻ തുടങ്ങും. അവരെ എല്ലാവരെയും എന്തോ ഒന്ന് പൊക്കിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകും. എന്നാൽ കണ്ണ് തുറക്കുമ്പോൾ അവരോരോരുത്തരും ഉള്ളത് എന്തോ ഒരു ലിക്വിഡ് നിറച്ച പോർട്സിനുള്ളിലാണ്. അവർ എങ്ങനെയോ അത് പൊട്ടിച്ച് പുറത്തേക്ക് ചാടും. ക്യാപ്റ്റൻ കെല്ലിക്കും കൂടെയുണ്ടായിരുന്ന പട്ടാളക്കാർക്കും എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് പോലും മനസ്സിലായില്ല. ക്യാപ്റ്റൻ കെല്ലി കുറച്ചുനേരം തൻ്റെ മകളുടെ ഫോട്ടോ എടുത്ത് നോക്കും. എന്നാൽ അപ്പോഴേക്കും ആ താടിക്കാരൻ പട്ടാളക്കാരൻ പറയും, അങ്ങോട്ടേക്ക് നോക്ക്, അവിടെ നമ്മുടെ പേരും ഡീറ്റെയിൽസും എല്ലാം എഴുതി വെച്ചിരിക്കുന്നതെന്ന്. പറഞ്ഞത് ശരിയാണ്, ഓരോ പട്ടാളക്കാരുടെയും ഡേറ്റ കൃത്യമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ കെല്ലി മറ്റു പട്ടാളക്കാരോട് പറയും, എന്തായാലും നമുക്കിവിടെ കുറേ നേരം നിൽക്കാൻ കഴിയില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിനുള്ളിൽ നിന്ന് രക്ഷപ്പെടണമെന്നും പറഞ്ഞ് തോക്കുമെടുത്ത് അവർ പുറത്തേക്ക് വരും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഡോർ വളരെ ശ്രമപ്പെട്ട് അവരെല്ലാവരും എങ്ങനെയോ വലിച്ചു തുറന്ന് പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ ഓരോരോ ഡോറുകളായി അവർ ഓപ്പൺ ആക്കുമ്പോഴും അവിടെ എങ്ങും തന്നെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർക്ക് ആർക്കും തന്നെ യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല അവരുള്ളത് ഒരു ഏലിയൻ ഷിപ്പിൻ്റെ ഉള്ളിലാണെന്ന്. ഒടുവിൽ അവരങ്ങനെ ഒരു വലിയ ഡോറിൻ്റെ മുന്നിലെത്തും. എന്നാൽ അത് ഓപ്പൺ ആക്കാൻ അവർക്ക് കഴിയില്ല. അപ്പോഴാണ് തൊട്ട് മുന്നിൽ ഒരു ചെറിയ ഡക്റ്റ് കാണുന്നത്. പുറത്തിറങ്ങാൻ മറ്റൊരു വഴിയുമില്ലാതെ അവർ ആ ഡക്റ്റിനുള്ളിലൂടെ പുറത്തിറങ്ങാൻ നോക്കും. ആ ഡക്റ്റിനുള്ളിൽ നല്ല ഇരുട്ടായിരുന്നു. അങ്ങനെ അവർ ആ ഡക്റ്റിലൂടെ എത്തിപ്പെടുന്നത് പച്ച മാംസത്തിൻ്റെ സ്മെല്ലുള്ള ഒരു വലിയ റൂമിലേക്കാണ്. എന്നാൽ ആ മുറിയിലെത്തി അവർ കാണുന്നത് മനുഷ്യനെ ജീവനോടെ കത്തിച്ച് തൊലിയുരിച്ച് നിർത്തിയിരിക്കുന്നതാണ്. അവർക്ക് അവരുടെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് നോക്കി നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത റൂമിൽ ഒരു പെൺകുട്ടി കിടന്ന് കരയുന്നത് കാണുന്നത്. കൈയും കാലും ലോക്ക് ചെയ്തിട്ടുള്ള അവളുടെ കെട്ടഴിച്ചു വിടാനായി അവർ ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവിടെ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അവർ പേടിച്ച് ചുറ്റും നോക്കുമെങ്കിലും ആരെയും കാണില്ല. എന്നാൽ പെട്ടെന്ന് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ്റെ അടുത്തേക്ക് ഏലിയൻ വരികയാണ്. വന്ന പാടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഏലിയൻ വലിച്ച് ദൂരേക്കടുത്തെറിയും. എന്നാൽ അവരുടെ കൂട്ടത്തിലുള്ള ഒരു പട്ടാളക്കാരനെ ഏലിയൻ കൊല്ലും. എന്നാൽ അപ്പോഴേക്കും പട്ടാളക്കാരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഏലിയനെ വെടിവെച്ച് താഴെയിടും. അത് ചത്തുവെന്ന് കരുതിയ ക്യാപ്റ്റൻ കെല്ലി തൻ്റെ പട്ടാളക്കാരെയും കൊണ്ട് അതിൻ്റെ അടുത്തേക്ക് വന്ന് എക്സാമിൻ ചെയ്യും. എന്നാൽ പെട്ടെന്ന് വീണ്ടും അത് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴേക്കും അവർ രക്ഷിച്ച ആ പെണ്ണ് അതിൻ്റെ തലയ്ക്ക് വെടിവെച്ച് കൊന്നിട്ട് തോക്കുമെടുത്ത് അവരോട് എന്തോ പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി വരും. പട്ടാളക്കാർ അവളെ ഫോളോ ചെയ്ത് പിന്നാലെ പോകും. എന്നാൽ ആ ഷിപ്പിനകത്തുണ്ടായിരുന്ന മറ്റ് ഏലിയൻസ് അങ്ങോട്ടേക്ക് വരും. പട്ടാളക്കാരെ കണ്ട ഉടനെ തന്നെ ഏലിയൻസ് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് അവർക്ക് നേരെ വെടിവെക്കും. പട്ടാളക്കാർ എങ്ങനെയൊക്കെ ഏലിയൻ്റെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആകാനായി അവരും തിരിച്ച് വെടിവെച്ച ശേഷം അവർ ആ ഡക്റ്റിലൂടെ പുറത്തേക്ക് ചാടും. എന്നാൽ അവിടെ നിന്നും അവർ വീണ്ടും എത്തുന്നത് അടുത്ത കുറേ ഏലിയൻസിൻ്റെ മുന്നിലേക്കാണ്. ഏലിയൻസിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്പെഷ്യൽ തോക്ക് വെച്ച് അവർ പട്ടാളക്കാരെ വെടിവെക്കും. എന്നാൽ ഇതിനിടയിൽ 2 പട്ടാളക്കാർ മാത്രം കൂട്ടം തെറ്റിപ്പോകും. എന്നാൽ അതിൽ ഒരു പട്ടാളക്കാരൻ ഡക്റ്റിലൂടെ രക്ഷപ്പെടും. എന്നാൽ ആ രണ്ടാമത്തെ പട്ടാളക്കാരൻ ഏലിയനെ വെടിവെച്ച ശേഷം ആ ഡക്റ്റിനുള്ളിലേക്ക് കയറുമ്പോഴേക്കും ഏലിയൻ അയാളുടെ കാലിൽ പിടിച്ച് എടുത്തുകൊണ്ട് പോകും. എന്നാൽ ആ ഡക്റ്റിനുള്ളിലുണ്ടായിരുന്ന മറ്റേ പട്ടാളക്കാരൻ ഏലിയൻസിൻ്റെ കയ്യിൽ പെടാതെ ക്യാപ്റ്റൻ കെല്ലിയും മറ്റു പട്ടാളക്കാരുമുള്ള സ്ഥലത്തേക്ക് എത്തിച്ചേരും. അവർ രക്ഷിച്ച ആ പെണ്ണ് പറയും, എൻ്റെ പേര് രവി എന്നാണ്. നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഈ സ്ഥലത്ത് നിൽക്കാതെ ഇവിടെ നിന്ന് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഏലിയൻസ് നമ്മളെ ട്രാപ്പ് ചെയ്യുമെന്ന്. നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ രവി അവരോട് പറയും. ഇതേ സമയം ഏലിയൻസ് അവർ പിടിച്ചുകൊണ്ടുപോയ പട്ടാളക്കാരൻ്റെ മൈൻഡ് റീഡ് ചെയ്ത് അയാളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം അയാളെ ഇഞ്ചിഞ്ചായി കൊല്ലും. എന്നാൽ ഇതേ സമയം രവി പറഞ്ഞതനുസരിച്ച് ഒരു സ്ഥലത്ത് നിൽക്കാതെ മറ്റു പട്ടാളക്കാരും മൂവ് ചെയ്തുകൊണ്ടേയിരുന്നു. കുറച്ച് ദൂരം കഴിഞ്ഞ ശേഷം രവി ക്യാപ്റ്റനോട് പറയും, ഈ ഷിപ്പിനകത്ത് ഒരുപാടധികം സെൻസേഴ്സ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും അതെല്ലാം ഏലിയൻസ് അറിയും, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു സ്ഥലത്ത് മാത്രം സ്റ്റേ ആക്കരുതെന്ന് പറയും. എന്നാൽ ഇതേ സമയം ഏലിയൻസ് എല്ലാവരും കൂടി തങ്ങളുടെ ഷിപ്പിനുള്ളിലുള്ള പട്ടാളക്കാരെ പിടിക്കാനായി ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. ഷിപ്പിലെ സെൻസർ ആക്റ്റീവ് ആക്കുമ്പോൾ പട്ടാളക്കാർ എവിടെയുണ്ടെന്ന് ഏലിയൻസിന് കൃത്യമായി തന്നെ മനസ്സിലാക്കും. അങ്ങനെ രവി പറഞ്ഞതനുസരിച്ച് പട്ടാളക്കാർ ഒരു സ്ഥലത്ത് നിൽക്കാതെ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പല പോർഷനുള്ളിലും അവർ മനുഷ്യന്മാരെ കാണും. അങ്ങനെ കുറേ ദൂരം നടന്ന് അവർ ഷിപ്പിലെ ഒരു സ്ഥലത്ത് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോഴും ഏലിയൻസ് അറ്റാക്ക് ചെയ്യുമോ എന്നോർത്ത് അവർ തങ്ങളുടെ ഗണ്ണ് തറയിൽ വെക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇതിനിടയിൽ ഏലിയൻസിൻ്റെ അറ്റാക്കിൽ രവിയുടെ കാല് ചെറുതായി മുറിഞ്ഞിരുന്നു. ക്യാപ്റ്റൻ കെല്ലി അവളുടെ കാലിൽ മരുന്ന് വെച്ച് കൊടുത്ത് കെട്ടുകയാണ്. അവളുടെ മുറിവ് വെച്ച് കെട്ടുന്നതിനിടയിൽ ക്യാപ്റ്റൻ പറയും,
എനിക്കും ഒരു മകളുണ്ടായിരുന്നു, അവൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിന്റെ പ്രായമായിരുന്നേനെ എന്ന്. അങ്ങനെ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത ശേഷം ഏലിയൻസ് അവരുടെ വെപ്പൺസ് സൂക്ഷിച്ചിരിക്കുന്ന ഒരു വലിയ ഗോഡൌണിന് മുന്നിൽ എത്തുകയാണ്. എന്നാൽ അവിടെ എത്തുമ്പോൾ ക്യാപ്റ്റനോട് മൊട്ടത്തലയൻ പട്ടാളക്കാരൻ പറയും, നമ്മളിങ്ങനെ ഓടുന്നതിനേക്കാളും നല്ലത് ഏലിയൻസിനെ എല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കൊല്ലുന്നതാണെന്ന് പറയും. ആദ്യം അത് എല്ലാവർക്കും മണ്ടത്തരമാണെന്ന് തോന്നുമെങ്കിലും പിന്നെ അത് മാത്രമേ ഒരു മാർഗമുള്ളെന്ന് അവർക്ക് തോന്നും. അങ്ങനെ ഈ മൊട്ടത്തലയൻ പട്ടാളക്കാരൻ പറയും, എങ്കിൽ ഞാൻ പോയി ഏലിയൻസിനെ അട്രാക്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്നും പറഞ്ഞ് അവൻ പുറത്തേക്ക് വന്ന് അവിടെ നിന്ന് പാട്ട് പാടാനായി തുടങ്ങും. എന്നാൽ അവൻ്റെ ഉച്ചത്തിലുള്ള കാളരാഗം കേട്ട ഉടനെ തന്നെ ഏലിയൻസ് അവൻ എവിടെ ഉണ്ടെന്ന് സ്പോട്ട് ചെയ്യും. 1 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാ ഏലിയൻസും പാഞ്ഞ് അങ്ങോട്ടേക്ക് വരും. അവന് നേരെ വെടിവെക്കാനും തുടങ്ങും. അവൻ ഏലിയൻസിനെ ട്രാപ്പ് ചെയ്ത് ആ ആയുധ റൂമിലേക്ക് കൊണ്ടുവരും. അങ്ങനെ അവരുടെ പ്ലാൻ അനുസരിച്ച് ആ റൂമിലേക്ക് എൻ്ററായ ഓരോ ഏലിയൻസിനെയും പല ഭാഗത്തായിരുന്ന് അവർ വെടിവെച്ച് കൊല്ലും. ഏലിയൻസ് അപ്പോഴേക്കും ഒരു സ്പെഷ്യൽ ഷീൽഡ് ക്രിയേറ്റ് ചെയ്ത് തിരിച്ചറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. എന്നാൽ ആ അറ്റാക്കിൽ ആ മൊട്ടത്തലയൻ പട്ടാളക്കാരനെ ഏലിയൻ വെടിവെച്ച് കൊല്ലും. ഇനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഏലിയൻസ് എല്ലാവരെയും കൊല്ലുമെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ മറ്റു പട്ടാളക്കാരെയും വിളിച്ച് അവിടെ നിന്ന് രവിയോടൊപ്പം രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെ ഒരു വഴിയുമില്ലാതെ രവി പറഞ്ഞതനുസരിച്ച് ഏലിയൻസ് മനുഷ്യനെ കഴിച്ചിട്ടിടുന്ന വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് അവർ എടുത്തു ചാടും. എന്നാൽ മനുഷ്യരുടെ ചോരയും മാംസവും കലർന്ന ആ ലിക്വിഡിനുള്ളിൽ അവർക്ക് കുറേ നേരം നിൽക്കാൻ കഴിഞ്ഞില്ല. അവരെല്ലാവരും സഫോക്കേറ്റഡ് ആവാൻ തുടങ്ങും. അതിനുള്ളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മുകളിൽ നിന്ന് ഒരു ലേഡി അവരെ വിളിക്കുന്നത്. രവിയുടെ അമ്മ ക്ലെമൻ്റ് ആയിരുന്നു അത്. ക്ലെമൻ്റ് അവർക്ക് രക്ഷപ്പെടാനായി മുകളിൽ നിന്ന് ഒരു വള്ളി ഇട്ട് കൊടുക്കും. അതിൽ പിടിച്ച് അവരെല്ലാവരും മുകളിലേക്ക് കയറി വരും. തൻ്റെ മകൾ രവി മരിച്ചുപോയെന്നായിരുന്നു ക്ലെമൻ്റ് കരുതിയിരുന്നത്. ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ്, നമുക്ക് മറ്റൊരു ഇടത്തേക്ക് പോകാമെന്നും പറഞ്ഞ് അവരെയും കൂട്ടി ക്ലെമൻ്റ് ഏലിയൻസിന് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ കഴിയാത്ത മറ്റൊരിടത്തേക്ക് പോകുകയാണ്. അവരെ എല്ലാവരെയും തന്നെ പെട്ടെന്ന് ഏലിയൻസിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഷിപ്പിലെ സേഫ് ആയൊരു സ്ഥലത്തേക്ക് ക്ലെമൻ്റ് കൊണ്ടുവരും. ക്ലെമൻ്റ് എന്നിട്ട് ക്യാപ്റ്റനോട് പറയും, ഞാൻ ഈ ഷിപ്പിലെത്തിയിട്ട് 30 വർഷമായി. എൻ്റെ ഈ മകൾ രവി ജനിച്ചതും ഈ ഷിപ്പിനുള്ളിൽ വെച്ചാണ്. ഏലിയൻസിന് എന്നെയും മകളെയും ഇത്രയും നാളും സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ അടുത്ത് എൻ്റെ മകളെ ഏലിയൻസ് പിടിച്ചു. അവൾ മരിച്ചുപോയെന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ മകളെ നിങ്ങൾ തിരികെ കൊണ്ടുവന്നതിന് ഒരുപാടധികം നന്ദിയുണ്ടെന്ന് പറയും. പക്ഷേ ഈ ഏലിയൻസിനെ എല്ലാം തകർക്കണമെങ്കിൽ അവർ എല്ലാവരും വരുന്ന ഒരു സേഫ് റൂമുണ്ട്, അവിടെ ബോംബ് വെച്ചാലേ നമുക്ക് തകർക്കാൻ കഴിയുള്ളൂ എന്ന് പറയും. അങ്ങനെ ഏലിയൻസിനെ തകർക്കാനായി അവർ ആ സേഫ് റൂമിലേക്ക് പോകാനായി ഒരുങ്ങും. അങ്ങനെ ഏലിയൻസിൻ്റെ സെൻസേഴ്സ് ഇല്ലാത്ത സ്ഥലത്ത് കൂടി ക്ലെമൻ്റ് ആ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകും. എന്നാൽ അവർ ആ സേഫ് റൂമിൻ്റെ അടുത്തെത്തുമ്പോൾ അവിടെ 2 ഏലിയൻസിനെ കാവലായി നിർത്തിയിട്ടുണ്ട്. ക്യാപ്റ്റനും മറ്റൊരു പട്ടാളക്കാരനും കൂടി ഏലിയൻസിനെ ഡൈവേർട്ട് ചെയ്യാനെന്നും പറഞ്ഞ് അവരെ അവിടെ ഇരുത്തി പുറത്തേക്ക് പോകും. എന്നാൽ ഇതേ സമയം ക്ലെമൻ്റും രവിയും താടിക്കാരൻ പട്ടാളക്കാരനും കൂടി ക്യാപ്റ്റൻ പോയി ഏലിയൻസിനെ ഡൈവേർട്ട് ചെയ്യുമ്പോഴേക്കും താഴേക്ക് ഇറങ്ങി ബോംബ് വയ്ക്കാനായിരുന്നു അവരുടെ പ്ലാൻ. പുറത്തേക്ക് വന്ന ക്യാപ്റ്റനും പട്ടാളക്കാരനും കൂടി ഏലിയൻസിനെ ഡൈവേർട്ട് ചെയ്യാനായി ഏലിയൻസിന്റെ റൂമിന്റെ അടുത്തേക്ക് ചെല്ലും. ക്യാപ്റ്റൻ ഏലിയൻസിനെ ഡൈവേർട്ട് ചെയ്യുന്ന ഉടനെ തന്നെ താഴേക്ക് ഇറങ്ങി ബോംബ് വെക്കണമെന്ന് പ്ലാൻ ചെയ്ത് ക്ലെമന്റും രവിയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്യാപ്റ്റൻ ഇതേ സമയം ഏലിയൻസ് ഉള്ള സ്ഥലത്തേക്ക് വെടിവെക്കാൻ തുടങ്ങും. വീണ്ടും അവർ തങ്ങളുടെ കയ്യിൽ കിട്ടിയെന്നും പറഞ്ഞ് ഏലിയൻസ് അവരെ പിടിക്കാനായി അങ്ങോട്ടേക്ക് തങ്ങളുടെ ഗണ്ണും എടുത്ത് വരാനായി ഒരുങ്ങും. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയത് ഒരു കൂട്ടം ഏലിയൻസ് ആയിരുന്നു. ക്യാപ്റ്റനെ കണ്ട ഉടനെ തന്നെ ഏലിയൻസ് എല്ലാം അറ്റാക്ക് ചെയ്യാനായി തുടങ്ങും. ഷിപ്പിന്റെ പല ഭാഗത്തായി പല ജോലി ചെയ്തിരുന്ന ഏലിയൻസും ക്യാപ്റ്റനെ കൊല്ലാനായി അങ്ങോട്ടേക്ക് ഓടി വരും. എന്നാൽ ഇതേ സമയം ക്ലെമന്റ് രവിയും താടിക്കാരൻ പട്ടാളക്കാരും ഏലിയൻ പോയ ഉടനെ തന്നെ സ്ട്രോങ് റൂമിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് അവർ ആ റൂമിന്റെ പല ഭാഗത്തായി ബോംബുകൾ സെറ്റ് ചെയ്യും. എന്നാൽ ഇതേ സമയം ക്യാപ്റ്റനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ഏലിയൻസിന് സ്ട്രോങ് റൂമിൽ ആരോ കയറി എന്നുള്ള അലർട്ട് വരും. ഏലിയൻസ് എല്ലാം കൂടി സ്ട്രോങ് റൂമിലേക്ക് പോകും. എന്നാൽ ക്യാപ്റ്റൻ്റെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരനെ ഏലിയൻ പിടിക്കും. അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോംബ് പൊട്ടിച്ച് ഏലിയനെയും കൊല്ലും. കൂടെ അയാൾ മരിക്കുകയും ചെയ്യും. എന്നാൽ അപ്പോഴേക്കും മറ്റ് ഏലിയൻസ് സ്ട്രോങ് റൂമിലേക്ക് എത്തിയിരുന്നു. സ്ട്രോങ് റൂമിൽ എത്തിയ ഏലിയൻസിനെ അവർ ആദ്യമൊക്കെ വെടിവെക്കുമെങ്കിലും കുറേ അധികം ഏലിയൻസ് വരുമ്പോൾ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. എന്നാൽ വേറൊരു വഴിയും ഇല്ല എന്ന് മനസ്സിലാകുമ്പോൾ ക്ലെമന്റ് ആ പട്ടാളക്കാരനോട് പറയും, രവിയെയും കൊണ്ട് നിങ്ങൾ പൊക്കോ, ഇതല്ലാതെ വേറെ വഴിയില്ല, ഏലിയൻസിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. അങ്ങനെ ക്ലെമന്റിനെയും കൊണ്ട് ആ പട്ടാളക്കാരൻ പുറത്തേക്ക് പോകുമ്പോഴേക്കും ഏലിയൻസ് അങ്ങോട്ടേക്ക് എത്തി ക്ലെമന്റിനെ അറ്റാക്ക് ചെയ്യും. എന്നാൽ ക്ലെമന്റ് അപ്പോഴേക്കും അവിടെയുള്ള ബോംബ് ആക്ടിവേറ്റ് ആക്കി കുറേയധികം ഏലിയൻസിനെ കൊല്ലും. എന്നാൽ ഇതേ സമയം ക്യാപ്റ്റൻ മറ്റുള്ളവരുടെ അടുത്തേക്ക് ഓടി വരികയായിരുന്നു. എന്നാൽ രവിയുടെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരൻ രവിയെ സേഫായി ഒരു സ്ഥലത്ത് ആക്കിയ ശേഷം അയാൾ ഏലിയൻസിൻ്റെ സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് ആ താടിക്കാരൻ പട്ടാളക്കാരൻ ഏലിയൻസ് വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഏലിയൻസിനെ അറ്റാക്ക് ചെയ്യാനായി ഒളിച്ചിരിക്കും. എന്നാൽ ഇതിനിടയിൽ അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന രവി ഏലിയൻ്റെ കയ്യിൽ പെടുകയാണ്. എന്നാൽ മനുഷ്യന്മാരെ എല്ലാം ആഹാരമായി കരുതുന്ന ഏലിയൻസ് രവിയെ തങ്ങളുടെ ഫുഡ് സൂക്ഷിക്കുന്ന ഒരു കേജിനുള്ളിൽ കൊണ്ടിടും. എന്നാൽ അവിടെയായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നത്. ക്യാപ്റ്റനെയും ഏലിയൻസ് കുറച്ച് മുൻപ് പിടിച്ചിരുന്നു. എന്നാൽ വിശപ്പമൂത്ത ഭ്രാന്തായി വന്ന ഒരു ഏലിയൻ ക്യാപ്റ്റനെ കഴിക്കാനായി അവരുടെ കിച്ചണിലേക്ക് എടുത്തുകൊണ്ട് പോയി തല കീഴായി കെട്ടും. സാധാരണയായി മനുഷ്യനെ പിടിച്ചുകൊണ്ടുവന്ന് മനുഷ്യൻ്റെ തൊലി ഉരിച്ച ശേഷം കുക്ക് ചെയ്താണ് ഏലിയൻസ് കഴിക്കുന്നത്. അങ്ങനെ ക്യാപ്റ്റനെ കഴിക്കാനായി ഒരുങ്ങുകയാണ് ഏലിയൻസ്. ഇതേ സമയം അവിടെ ഒളിച്ചിരിക്കുകയുണ്ടായിരുന്ന ആ താടിക്കാരൻ പട്ടാളക്കാരൻ
ഏലിയനെ വെടിവെച്ച് കൊന്ന് ക്യാപ്റ്റനെ രക്ഷിക്കും. എന്നിട്ട് അവർ രണ്ടുപേരും ആ ഷിപ്പിനുള്ളിൽ ലോക്ക് ചെയ്തിരിക്കുന്ന മനുഷ്യന്മാരെ തുറന്നു വിടും. രവിയുടെ അടുത്ത് വന്ന് രവിയെയും അവർ റിലീസ് ചെയ്യും. എന്നാൽ അപ്പോഴേക്കും ഏലിയൻസ് 10 പേരായി ചുരുങ്ങും. ബാക്കിയുണ്ടായിരുന്ന ഏലിയൻസ് അവരെ അറ്റാക്ക് ചെയ്യുമെങ്കിലും അവർ 3 പേരും കൂടി ഏലിയൻസിന് നേരെ വെടിവെക്കും. എന്നിട്ട് ഏലിയൻസിനെ ട്രാപ്പ് ചെയ്ത് ഒരു റൂമിനുള്ളിൽ കയറ്റി എല്ലാത്തിനെയും കൊല്ലും. അങ്ങനെ ഒടുവിൽ നമ്മൾ എല്ലാവരും കൂടി ഏലിയൻസിനെ കൊന്നുവെന്നും പറഞ്ഞ് ആ താടിക്കാരൻ പട്ടാളക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ബാക്കിയുണ്ടായിരുന്ന ഒരു ഏലിയൻ അവനെ പുറകിൽ നിന്ന് കുത്തിക്കൊല്ലും. എന്നാൽ അവനെ കൊന്ന ശേഷം ആ ഏലിയൻ ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് ഇരച്ചുകൊണ്ട് വരും. എന്നാൽ ക്യാപ്റ്റൻ ആ ഏലിയൻ തൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പതിയെ ആ ഡോറിൻ്റെ അടുത്തേക്ക് വരും. ആ ഡോറ് ക്ലോസ് ആകുമ്പോൾ ഏലിയൻ അതിനുള്ളിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞ് മരിക്കും. അങ്ങനെ എല്ലാ ഏലിയൻസിനെയും കൊന്ന ശേഷം ക്യാപ്റ്റൻ രവിയെയും കൊണ്ട് ഏലിയൻ ഷിപ്പിനെ പുറത്തേക്ക് വരികയാണ്. പുറത്തെത്തുമ്പോഴേക്കും ഭൂമിയെല്ലാം ഏലിയൻ നശിപ്പിച്ചിരുന്നു. അങ്ങനെ തകർന്ന ഭൂമിയെ നോക്കി അവർ നിൽക്കുന്ന സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. ഈ സിനിമ ഇഷ്ടമായെങ്കിൽ കൂടുതൽ ഏലിയൻ സിനിമകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ കൂട്ടുകാരും കൂടെ പോയിക്കോളൂ.